സെക്രട്ടേറിയറ്റിന് മുന്നിലെ അംഗനവാടി ജീവനക്കാരുടെ സമരം അവസാനിച്ചു. ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ലഭിച്ച ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. 3 മാസത്തിനകം പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കാമെന്ന് ധനവകുപ്പ് ഉറപ്പു നൽകി. സമരം നിർത്തിയത് 13ാം ദിവസം. ധനമന്ത്രിയുമായുള്ള ചർച്ചകൾക്കൊടുവിൽ ലഭിച്ച ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 13 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ അംഗനവാടി ജീവനക്കാർ നടത്തുന്ന രാപ്പകൽ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. 3 മാസത്തിനകം പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കാമെന്ന് ധനമന്ത്രി ഉറപ്പു നൽകിയതായി സമരക്കാർ അറിയിച്ചു. 3 മാസത്തിനകം നടപടികളൊന്നും തന്നെ ഉണ്ടായില്ലെങ്കിൽ 91ാം ദിവസം നിരാഹാര സമരം ആരംഭിക്കുമെന്ന് അംഗനവാടി ജീവനക്കാർ വ്യക്തമാക്കി. 3 മാസം വരെയാണ് നമുക്കിപ്പോൾ സമയം തന്നത്. അവർ പഠിച്ച് ഒരു സമിതിയെ വെച്ച് അതൊരു തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 മാസം വരെ നമ്മൾ കാത്തിരിക്കും. 3ാമത്തെ മാസം 91ാമത്തെ ദിവസം നമ്മൾ ആ സമരത്തിൻ്റെ മുഖവും ഭാവവും ഇതെല്ലാം മാറ്റാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ ഒരു തരത്തിലായിരിക്കില്ല നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മളൊരു നിരാഹാര സമരത്തിലേക്കാണ് ഇനി പോകാൻ പോകുന്നത്. നമ്മൾ വിശ്വസിച്ചത് നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ തരത്തിലേക്കാണ് നീങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ധനമന്ത്രിയുമായി സമരക്കാർ ചർച്ച നടത്തിയിരുന്നു. 3 മാസത്തിനുള്ളിൽ അംഗനവാടി ജീവനക്കാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്നും മന്ത്രി നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം നിർത്തുന്നതെന്നാണ് സമരസമിതി അറിയിക്കുന്നത്. വേതന വർധനവ് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അംഗനവാടി ജീവനക്കാർ സമരം നടത്തിയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.